and girls, may I have your kind attention please? This is the pre-boarding announcement for flight GOD 777 to heaven. We are now inviting passengers to prepare for boarding. Please have your boarding pass and identification ready. Boarding will begin in a few minutes. Thank you. Hi, good evening. Good evening. Passport and boarding pass, please. പാസ്പോർട്ട് ഇവിടെ ഉണ്ട്, ഇതാ. ബോർഡിംഗ് പാസ് എവിടെ? അത് കൊടുത്തരൂ. എന്ത് ബോർഡിംഗ് പാസോ? അതെ, യേശുക്രിസ്തുവിലുള്ള രക്ഷ എന്ന ബോർഡിംഗ് പാസ്. അതുണ്ടോ കയ്യിൽ? എങ്കിലേ സ്വർഗത്തിലേക്ക് പോകുന്ന ഈ ഫ്ലൈറ്റിൽ കയറാൻ പറ്റുകയുള്ളൂ. രക്ഷയോ എന്ന് പറഞ്ഞാ എന്താ? എനിക്കറിയില്ലല്ലോ. രക്ഷ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച് അതിൻ പ്രകാരം ജീവിക്കുന്നവർക്ക് ദൈവം നൽകുന്നതാണ് ഈ രക്ഷ. ഇതുവരെ ആരും ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞു തന്നില്ലല്ലോ. ശരിയായിട്ടൊന്ന് ഓർത്തു നോക്കിക്കേ. യേശുവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടേ ഇല്ലേ? ശരിയാ കേട്ടോ. ഞങ്ങളുടെ കോളേജിൽ ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗ് നടന്നായിരുന്നു. അതിൽ യേശു ഞങ്ങളെ സ്നേഹിക്കുന്നു എന്നും അവൻ നിങ്ങൾക്ക് തന്റെ ജീവനെ പോലും കൊടുത്തു എന്നും അവന്റെ അടുക്കിലേക്ക് വരൂ എന്നും ഞാൻ കേട്ടതാണ്. ശരിയാ ജോലി, എനിക്കും ഇപ്പോഴാ ഓർമ്മ വരുന്നത്. എൻ്റെ ഫ്രണ്ടും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തു നല്ലവനാണ്, അവൻ ഒത്തിരി സ്നേഹമുള്ളവനാണ്, അവൻ തൻ്റെ ജീവൻ നമുക്കായി തന്നുവെന്ന്, അവനെ എൻ്റെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നു എന്നും പറഞ്ഞായിരുന്നു. ഞാനത് കേട്ടു, പക്ഷേ അത്ര കാര്യമാക്കിയില്ല. കണ്ടില്ലേ, ആ സമയത്ത് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ ഇപ്പോ രക്ഷ നിങ്ങൾക്ക് കൈവശം ഉണ്ടായിരുന്നേനെ. എന്ത് വലിയ തെറ്റാണ് കാണിച്ചേ. അതന്ന് ശ്രദ്ധിച്ച് കേട്ട് വിശ്വസിച്ചിരുന്നെങ്കിൽ ഇപ്പൊ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ കുറച്ച് മാറി അവിടെ നിൽക്കൂ. ശരി, അടുത്ത ആൾ വരൂ. പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് പ്ലീസ്. ഗുഡ്. നിങ്ങളുടെ കയ്യിൽ രക്ഷ എന്ന ബോർഡിംഗ് പാസ് ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറാൻ പോകാം. പറഞ്ഞു, നിങ്ങൾ ദൈവത്തിനായി എന്തെല്ലാം ചെയ്തിട്ടുണ്ട്? എനിക്ക് യേശുവിനെ ഒരുപാട് ഇഷ്ടമാണ്. അവനാണ് എനിക്കെല്ലാം. അവൻ്റെ സ്നേഹത്തെ പറ്റി എൻ്റെ ഓഫീസിൽ കൂടെ പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുന്ന ചർച്ചിൽ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. എല്ലാവരോടും സ്നേഹമായി പെരുമാറണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആരോടും ഞാൻ വഴക്കിടാൻ പോകില്ല. ആരെങ്കിലും എന്നെ ഹേർട്ട് ചെയ്താൽ ഞാനത് ക്ഷമിച്ച് അതങ്ങ് മറന്നു കളയും. എൻ്റെ സ്വന്തം കഴിവിനാൽ അല്ല ഇതൊന്നും സാധ്യമായത്. ഇതെല്ലാം ചെയ്യാനുള്ള കൃപ ദൈവമായ കർത്താവ് എനിക്ക് തന്നതാണ്. വെരി ഗുഡ്. നൗ യു മേ പ്രൊസീഡ്. നിങ്ങൾക്കായി സ്വർഗത്തിൽ വളരെയധികം റിവാർഡ് കാത്തിരിക്കുന്നു. നെക്സ്റ്റ് പ്ലീസ്. പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് എടുത്താട്ടെ. രക്ഷ എന്ന ബോർഡിംഗ് പാസ്. നോക്കിയേ, എൻ്റെ കയ്യിൽ പല ടൈപ്പിലുള്ള പാസുകളുണ്ട്. ഈ നിങ്ങൾ പറയുന്ന രക്ഷയുടെ പാസ് ഇല്ല കേട്ടോ. അതാണല്ലോ കുഞ്ഞേ ഏറ്റവും പ്രധാനം. എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. പഠിക്കാൻ ഒന്നാമത്, ജോലിയിൽ ഏറ്റവും ബെസ്റ്റ്. എൻ്റെ അടുത്താണെങ്കിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും ഉണ്ട്. ഇത് വെച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ അച്ചീവ്മെന്റ്സ് ഒന്നും സ്വർഗത്തിൽ പോകാൻ യൂസ് ആകില്ല. അങ്ങനെ പറയാമോ? എൻ്റെ അച്ചീവ്മെന്റ് കാരണം ഞാൻ പോകുന്ന എല്ലായിടത്തും VIP പാസ് വരെ കിട്ടും. വെറും ഒരു ബോർഡിംഗ് പാസിന് ഇങ്ങനെ എത്ര പ്രശ്നമാക്കണം? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ കാണണമെങ്കിൽ രക്ഷ ലഭിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ. എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്. ഈ ചോർജൂട്ടി വെച്ച് വല്ലവും കാര്യം നടക്കുമോ? ഐ ആം സോറി. ഈ ഭൂമിയിൽ നിങ്ങൾ നേടിയ പണമോ സർട്ടിഫിക്കറ്റുകളോ ഒന്നും
നിങ്ങളെ സ്വർഗത്തിൽ പോകാൻ സഹായിക്കും. കുറച്ച് മാറി നിൽക്കൂ. ഹായ്, പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് പ്ലീസ്. എക്സ്ക്യൂസ് മീ, എന്താ നിങ്ങൾ കാണിക്കുന്നത്? സർ, സ്വർഗത്തിൽ പോകുന്നതിന് തൊട്ട് മുൻപ് ഭൂമിയിലെ അവസാന ചില നിമിഷങ്ങൾ എന്നാ ഒരു സെൽഫി എടുത്ത് സ്റ്റേറ്റസിലിടാമെന്നൊരു പ്ലാൻ. 1 സെക്കൻഡ് സർ. നീ ഇത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും, ഞാനിത് FB-യിൽ പോസ്റ്റ് ചെയ്യാം. ഒന്ന് നിൽക്കൂ. സാൻഡ്ര ആൻഡ് കാരോൾ, ബോർഡിംഗ് പാസ് എടുക്കൂ പ്ലീസ്. ബോർഡിംഗ് പാസോ? അതെ, രക്ഷയുടെ ബോർഡിംഗ് പാസ്. രക്ഷയോ? അതൊന്നും ഞങ്ങളുടെ കയ്യിലില്ല കേട്ടോ. പക്ഷെ സാരമില്ല, ഇത് ഏത് ആപ്പിൽ കിട്ടുമെന്ന് പറ, ഞാനത് ഡൗൺലോഡ് ചെയ്തെടുത്തോളാം. അതൊരു ആപ്പിലും കിട്ടൂല. യേശുക്രിസ്തുവിനെ ദൈവമായി സ്വീകരിച്ച് അവന്റെ കയ്യിൽ നമ്മുടെ ജീവനെ സമർപ്പിക്കുമ്പോൾ മാത്രമേ കിട്ടൂ. എന്ത്? ജീവൻ സമർപ്പിക്കാനോ? What rubbish are you talking? ഇപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അല്പം അങ്ങോട്ട് മാറി നിൽക്കൂ. ഓക്കെ, ബോർഡിംഗ് പാസ് എടുക്കൂ. കൃപ, മരിയ ആൻഡ് പീറ്റർ, നിങ്ങളെല്ലാം ഒരു ഫാമിലിയാണോ? അതെ, ഇവർ രണ്ടുപേരും എൻ്റെ മക്കളാണ്. ബോർഡിംഗ് പാസ് കാണിക്കണം. ഒരു ബോർഡിംഗ് പാസേ ഉള്ളൂ. നിങ്ങളാണ് കൃപ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പറയൂ, നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്തായിരുന്നു? എനിക്ക് യേശുവിനെ ഒത്തിരി ഇഷ്ടമാണ്. യേശുവിനെ പോലെ ജീവിക്കാനും സ്നേഹിക്കുവാനും ഞാൻ ആഗ്രഹിച്ചു. അതായിരുന്നു എൻ്റെ മെയിൻ ഗോൾ. വെരി ഗുഡ്. നിങ്ങൾക്ക് ഫ്ലൈറ്റിലേക്ക് പോകാം. പക്ഷേ ഇവർ രണ്ടുപേരുടെയും കയ്യിലും രക്ഷയുടെ ബോർഡിംഗ് പാസ് ഇല്ലല്ലോ. രക്ഷയോ? എക്സ്ക്യൂസ് മീ, ഞാൻ ലൈഫിൽ വളരെ ബിസിയാണ്. എനിക്ക് സ്കൂളിൽ പോകണം, ട്യൂഷൻ, പിന്നെ മ്യൂസിക് ക്ലാസ്, ഡാൻസ് ക്ലാസ്, മൊത്തം ടെൻഷനാണ് ലൈഫിൽ. എനിക്ക് ഇതിന് പോലും ടൈമില്ല. രക്ഷയ്ക്കൊക്കെ എവിടുന്ന് സമയം കിട്ടും? അങ്ങനെയാണല്ലേ. മോനെ, നീയോ? എനിക്കോ? ഞാനിവിടെ എൻ്റെ ഫ്രണ്ട്സിനൊപ്പം യൂണിയനിൽ അടിച്ചു പൊളിച്ച് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. പീറ്റർ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലുള്ള ടെമ്പററി പ്ലഷേഴ്സ് അല്ല, എറ്റേണൽ ആയിട്ടുള്ള സ്വർഗ ജീവിതമാണ് ഇമ്പോർട്ടൻ്റ് എന്ന്. നിങ്ങൾ രണ്ടുപേരും ആ സൈഡിൽ മാറി വെയിറ്റ് ചെയ്യൂ. അമ്മ, നിങ്ങൾ മാത്രം ഫ്ലൈറ്റിൽ കയറിക്കോളൂ. എൻ്റെ മക്കൾ നിങ്ങളുടെ ഒരു ബോർഡിംഗ് പാസ് വെച്ച് മുഴുവൻ ഫാമിലിയും ഫ്ലൈറ്റിൽ കയറാൻ സാധിക്കില്ല. എല്ലാവർക്കും സ്വന്തമായ ബോർഡിംഗ് പാസ് നിർബന്ധമാണ്. ഐ എം സോറി. പാസ്പോർട്ട് പ്ലീസ്. ഓ ഷുവർ, പ്ലീസ് ഹാവ് ഇറ്റ്. ജോസഫ് അല്ലേ? ബോർഡിംഗ് പാസ് തരൂ. ബോർഡിംഗ് പാസോ? അത് ഞാൻ ഇതുവരെ എടുത്തിട്ടില്ലല്ലോ. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. എന്ത്? നിങ്ങൾക്ക് രക്ഷയുടെ അനുഭവം ഇല്ലെന്നോ? നിങ്ങളുടെ പേര് കേട്ടിട്ട് ഒരു ക്രിസ്ത്യൻ ആണെന്ന് തോന്നി. അതെ അതെ, എൻ്റെ പേര് കേട്ടിട്ട് ക്രിസ്ത്യൻ ആണെന്ന് തോന്നുന്നതല്ല, ഞാൻ ക്രിസ്ത്യൻ തന്നെയാണ്. എല്ലാ ഞായറാഴ്ചയും ഞാൻ ചർച്ചിൽ പോകാറുണ്ട്. ഞാനില്ലാതെ ഒരു പരിധി വരെ ചർച്ച നടക്കത്തില്ലെന്ന് വേണം പറയാൻ. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ നന്നായിട്ട് ഗിറ്റാർ വായിക്കും, കീബോർഡും വായിക്കും. പിന്നെ ഡ്രംസിൽ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കയറി ഡ്രംസും കളിക്കും. പിന്നെ ഒന്നും പറയണ്ട, നല്ല സൂപ്പറായിട്ട് പാട്ടും പാടും. പിന്നെ ഒരു അവസരം അച്ഛൻ തരുവാണെങ്കിൽ മെസ്സേജ് പലപ്പോഴും കൊടുക്കാറുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് എല്ലാം കൂടി കലക്കം കലക്കും. ഞാൻ 10 വർഷമായിട്ട് കോയലുണ്ട്, അതറിയാമോ? മതി മതി, ഒരുപാട് ചെയ്ത് കൂട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ ചർച്ചിൽ പല കാര്യങ്ങൾ ചെയ്തെന്നിരിക്കാം, പക്ഷേ നിങ്ങളുടെ കൈ
വഴിയിൽ രക്ഷയുടെ അനുഭവം ഇല്ലെങ്കിൽ, ദൈവസ്നേഹവും വീണ്ടും ജനനത്തിന്റെ അനുഭവവും ഇല്ലെങ്കിൽ, സ്വർഗത്തിൽ പോകുന്ന ഈ ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല മകനെ. എന്തുവാ നിങ്ങൾ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. I can't even believe this. അതെ, ഇപ്പോ മറ്റുള്ളവരുടെ കൂടെ അവിടെ വെയിറ്റ് ചെയ്യൂ. ഹലോ, എന്നാ നീ കളിക്കാമോ? ഇതൊരു $1 million പ്രോജക്റ്റാണ്. നിനക്ക് വളരെ നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ. ഇത്രയും മരം മണ്ടന ജീവിതത്തിൽ കണ്ടിട്ടില്ല. സാർ, ബോർഡിംഗ് പാസ് തരൂ. അതെ, നീ ഫോൺ തരാം, ഞാൻ പിന്നെ വിളിക്കാം. അതെ, രക്ഷയുടെ ബോർഡിംഗ് പാസ് എടുത്തു. എന്താ രക്ഷ? ആരും ആകരുത്. രക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ഫ്ലൈറ്റിൽ കയറാൻ പറ്റില്ല. ശരിയാ, സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ലല്ലോ. ബൈ ദ വേ, ഞാൻ പല മിനിസ്റ്റർക്ക് എത്ര ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഏത് ക്രിസ്ത്യൻ മീറ്റിംഗിൽ ഞാൻ തന്നെയാണ് VIP. ജീസസ് നോസ് എവറിഥിങ്. എൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതി, ഉറപ്പായി എന്നെ കയറ്റിവിടും. യേശു തന്നെയാണ് പറഞ്ഞത്, രക്ഷയുടെ ബോർഡിംഗ് പാസ് ഇല്ലാതെ നിങ്ങൾക്ക് കയറാൻ പറ്റില്ലെന്ന്. കുറച്ച് സൈഡിൽ മാറി നിൽക്കൂ. എന്തൊരു കഷ്ടം! വന്ന ഇത്ര പേരിൽ കുറച്ചു പേർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റിയുള്ളല്ലോ. എന്താ കർത്താവേ? പറയൂ കർത്താവേ. ശരി ശരി കർത്താവേ, അങ്ങനെ പറഞ്ഞുകൊള്ളാം. എക്സ്ക്യൂസ് മീ, എല്ലാവരും ഇങ്ങോട്ടൊന്ന് വരൂ. കർത്താവിന്റെ അടുക്കൽ നിന്നും ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. സ്വർഗത്തിൽ പോകുന്ന ഫ്ലൈറ്റ് അല്പം ഡിലേ ആകും. നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ട് അങ്ങെത്തണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതിനാൽ നിങ്ങൾക്കൊരു ഗ്രേസ് ടൈം തന്നിരിക്കുന്നു. ഇന്നു മുതൽ നിങ്ങൾ പാപവഴികളെ വിട്ട് മനം തിരിഞ്ഞ് ദൈവത്തിന്റെ കയ്യിൽ നിങ്ങളുടെ ജീവനെ കൊടുക്കൂ. സ്വർലോകം പോകുന്ന ഫ്ലൈറ്റ് എപ്പോൾ വേണമെങ്കിലും പോകാം. അതിനാൽ നിങ്ങൾ എപ്പോഴും റെഡി ആയിരിക്കണം. ദൈവമേ, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ജീസസ്. എല്ലാം തീർന്നെന്ന് കരുതിയതാ. ഇനിയെങ്കിലും ദൈവം നന്നായി ഗ്രേസ് ടൈം പാഴാക്കാതെ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് അവന് പ്രീതിയുള്ള ജീവിതം നയിക്കണം. അതാണ് എൻ്റെ പ്ലാൻ. എന്താ കാര്യം, നിങ്ങൾ റെഡിയല്ലേ? The Bible tells us in 2 Peter chapter 3-9 that the Lord is not slow about his promise, as some may count slowness, but is patient towards you, not willing for anyone to perish, but for all to come to repentance. In this skit, we may not have a second chance to repent and turn to God. Watch therefore, for you do not know what hour your Lord is coming. God is
until his his coming, coming, and and that that we spend we spend eternity eternity with with him, him, not not without without him. him. Thank you.